ലോകപ്രശസ്തമായ സാമ്പത്തിക നയം അദ്ദേഹം പിന്തുടരുകയും അത് രാജ്യത്ത് കൃത്യമായി തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയ്ക്ക് കൃത്യമായി ഭദ്രത നൽകാൻ സഹായകമാകുകയും ചെയ്തു. എന്താണെങ്കിലും മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുക മാത്രമല്ല രാജ്യത്ത് നിരവധി സേവനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സൗമ്യനായ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സൗമ്യനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പല ഘട്ടങ്ങളിലും വലിയ വിമർശനങ്ങൾ, കാരണം ഇന്നത്തെ പ്രധാനമന്ത്രിയെ പോലെ വാചാലനായിരുന്നില്ല മൻമോഹൻ സിംഗ് എന്ന് ഇന്നത്തെ കാലത്ത് പലരും വിമർശിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെതായ തീരുമാനങ്ങൾ അദ്ദേഹം ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്നെ എടുത്ത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവ് കൂടിയാണ്. കോൺഗ്രസ് രാഷ്ട്രീയ നിർണായകമായ സ്വാധീനം മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അത്തരത്തിൽ എല്ലാ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് ചാർത്താൻ കോൺഗ്രസ് ഭരണകാലത്ത് സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഒരു മേന്മയായി തന്നെ നമുക്ക് എടുത്തു പറയാം. എന്താണെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും സാമ്പത്തിക മേഖലയിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം പ്രാവീണ്യം ഉണ്ടായിരുന്നത്. ആ സാമ്പത്തിക മേഖലയിലെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരും നരസിംഹറാവു അടക്കം അതിലെടുത്ത നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. എന്താണെങ്കിലും കോൺഗ്രസിന് എക്കാലവും വിശ്വസിക്കാവുന്ന, കോൺഗ്രസിനൊപ്പം നിന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് കൃത്യമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പാർട്ടിയുടെയും ഒപ്പം സർക്കാരിന്റെയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ് വിനീത. നോബലിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവെന്ന് പറയുന്ന പല തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗ്. ധനകാര്യമന്ത്രിയായിരിക്കെ ലോകം ഇപ്പോൾ പലയിടങ്ങളിലും പല കോണുകളിലും ചർച്ചയാകുന്നത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള സമഗ്ര സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു പരാമർശങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം, നോബൽ സൂചിപ്പിച്ചതുപോലെ ധനകാര്യ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു എന്നതാണ്. തീർച്ചയായും ധനകാര്യ മേഖലയിൽ അദ്ദേഹത്തിനുണ്ടായ പ്രാവീണ്യം തന്നെയാണ് മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ ഏറ്റവും അധികം വ്യത്യസ്തനാക്കിയത്. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രങ്ങളിലും ഒപ്പം ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അധ്യാപകനായി പോയ ശേഷമാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ കുറച്ചു കാലം UNCDC സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം 1987 ഒപ്പം 1990 ഇടയിൽ ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ പദവിയിലേക്കും അദ്ദേഹം എത്തിയിട്ടുണ്ട്. 1971 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ചേർന്നു. അടുത്ത വർഷം ധനകാര്യ മന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി. പല പ്രധാനപ്പെട്ട പദവികളും ഡോക്ടർ മൻമോഹൻ സിംഗ് തേടിയെത്തി. ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി, അതോടൊപ്പം തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവിലേക്ക് വഴിത്തിരിവെന്ന് വിളിക്കാവുന്ന 1996 കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായിരുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഇപ്പോൾ ലോകം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം പല ഘട്ടങ്ങളും പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖല ലോകത്ത് തകർന്ന ഘട്ടത്തിലും ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് മൻമോഹൻ സിംഗിന്റെ ഒരു പ്രാവീണ്യം കൊണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് തീർച്ചയായും എക്കാലവും ഒരു വലിയ തരത്തിൽ രാജ്യത്തിന് ഏറെ ഗുണങ്ങളുള്ള അല്ലെങ്കിൽ രാജ്യത്തിനേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞൊരു കാലഘട്ടമായിരുന്നു എന്നും എടുത്തു പറയണം. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും മൻമോഹൻ സിംഗ് തേടിയെത്തിയെന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രമുഖ പുരസ്കാരം 1987 ലഭിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1995 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു ജനശതാബ്ദി അവാർഡും 1993 94 മികച്ച ധനകാര്യ മന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡും മൻമോഹൻ സിംഗ് ലഭിച്ചു. അത്തരത്തിൽ ഭരണതലത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അത് എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ എക്കാലത്തും മികച്ച രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തനായിരുന്ന 10 വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നെടുന്തൂണായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദില്ലി എയിംസിലായിരുന്നു. ഇന്ന് 9:15 അദ്ദേഹം മരിച്ചതായി അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം നോബൽ സൂചിപ്പിച്ചത് തന്നെയാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു.
നരസിംഹറാവു ആണ് മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം ക്ഷണം നിരസിച്ചു, പിന്നീട് പക്ഷേ നരസിംഹറാവു നയിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി മൻമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുകയും ചെയ്തു. മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ ഒരുപക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്ന സമയം. എന്നാൽ കടുത്ത അച്ചടക്ക നടപടികളാണ് IMF ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടത്. ലൈസൻസ് രാജ് സമ്പ്രദായം നീക്കം ചെയ്യണം, വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാൻ, അങ്ങനെ ഒക്കെ തന്നെയും നിർബന്ധിതനാവുന്ന അവസ്ഥയായിരുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടി വന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ വേഗത്തിൽ നടപ്പാക്കുക, അങ്ങനെ പലവിധ പരിഷ്കാരങ്ങളാണ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത്. ഓഹരി വിപണി വിവാദം അന്ന് വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആ രാജിക്കത്ത് സ്വീകരിക്കുകയുണ്ടായില്ല. വളരെ ചർച്ചയായ വിഷയം തന്നെയായിരുന്നു ഇത്. നമുക്കറിയാം, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 5.1 എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന മേഖലയിലാണ് RN മൽഹോത്ര കമ്മിറ്റി റിപ്പോർട്ട് ഇൻഷുറൻസ് മേഖലയിൽ നടപ്പാക്കാൻ മൻമോഹൻ സിംഗ് നിർബന്ധിതമാകുന്നത്. അങ്ങനെ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ കൊണ്ട് GDP 7.3% എത്തിക്കാനും സാധിച്ചു. പക്ഷേ അത് പലപ്പോഴും വിപണിയിൽ ദൃശ്യമായില്ല എന്നതുകൂടിയാണ്. ഏതായാലും മൻമോഹൻ സിംഗിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് ഒരു മികച്ച ധനതന്ത്രജ്ഞനെയും കൂടി തന്നെയാണ്.